രോഗിയായി കിടക്കുന്ന ഒരാളെ നമ്മൾ സന്ദർശിക്കാം. അത് ഞാൻ ഒറ്റക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഒറ്റപ്പെടാൻ ഒരാൾ രോഗം തീവ്രത കൂടുന്നതിനനുസരിച്ച് ഒറ്റപ്പെടൽ കൂടും. വലിയ രോഗിനെ ഐസിയുലാക്കും, കുറച്ചും കൂടി കൂടിയ വെന്റിലേറ്ററിലാകും. ഒറ്റക്ക അല്ലെ ബന്ധു ഒരാൾക്കൊപ്പം നിൽക്കാൻ പറ്റില്ല, എല്ലാവരും പുറത്താണ്. പിന്നെ ഒരു ടൈമുണ്ട്, ആ ടൈമിലൊന്ന് പോയി കണ്ടുകൊണ്ട് വരാം, അത്രേ ഉള്ളൂ. രോഗികൾ എന്ന് പറഞ്ഞാൽ രോഗത്തിനനുസരിച്ച് ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, അത്തരം ആളുകളെ അവർ ഒറ്റക്കായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്, രോഗികളെ സന്ദർശിക്കണം. അത് ആശുപത്രികളിലും വീടുകളിലൊക്കെ രോഗികളെ സന്ദർശിക്കുമ്പോൾ ആ രോഗികൾക്കൊരു സമാധാനമാണ്. കാരണം എന്താ, ഞാൻ ഒറ്റക്കല്ല, എനിക്കൊരുപാട് പ്രാർത്ഥന കിട്ടുന്നുള്ളതാണ്. രോഗിയെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഹദിയകളെക്കുറിച്ച് ഓർത്തല്ല. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നല്ല 400-ന്റെ മേലെ ഷുഗറിലാക്കി നമ്മൾ നല്ല അരുവക്കട്ടേറ്റേക്കാരം പോകുക. അത് രോഗിക്ക് തിന്നാണെന്ന് കഴിഞ്ഞോണമെന്നില്ല. അവിടെ കൊണ്ടുവരുന്ന ഹദിയകളെക്കുറിച്ചല്ല, മറിച്ച് വന്ന് ലാബോസത്തുഹൂർ ഇൻഷാ അല്ലാഹ് വിഷമിക്കേണ്ട, അള്ളാഹ് റെഡിയാക്കും. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫീക്, നിനക്ക് ശിഫയാകാൻ അള്ളാഹിനോട്, അർശിൻ്റെ നാഥനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കുന്നു എന്ന് രോഗിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ആ രോഗിക്ക് ഉണ്ടാകുന്ന വല്ലാത്തൊരു സമാധാനമുണ്ട്. ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗമാണ് രോഗികൾ. അതുകൊണ്ട് പ്രതിഫലം പറഞ്ഞു. എന്താ പ്രതിഫലം എന്നറിയോ? ഒരു ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ കാര്യമാണ് പ്രതിഫലം. റസൂൽ പറഞ്ഞു, മാമിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ, ഒരു രോഗിയെ സന്ദർശിക്കാൻ ഒരാൾ വൈകുന്നേരം പോയി, ഒരു രോഗിയെ സന്ദർശിക്കാൻ വൈകുന്നേരം അവന് പോയി, ഇല്ലാ ഖറജ മഅഹു 70,000 മലിക്. ഓ മാത്രമല്ല പോയത് കേട്ടോ, ചിലപ്പോൾ 2-3 ഒരു കാറിൽ പോയി. അവർ മാത്രമല്ല, അവർ പുറപ്പെട്ട ഇന്ന രോഗിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പം അവരെ കൂടെ പുറപ്പെട്ടത് 70,000 മലക്കുകളാണ്. 70,000 മലിക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് 70,000 മലക്കുകൾ പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മലക്കുകളെ അവർ പ്രാർത്ഥിക്കും, യസ്തഗ്ഫിറു ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്താ യുസ്ബിഹ, രാവിലെ വൈകുന്നേരം പോയി രോഗിനെ കാണാൻ പോയ ആളുകൾക്ക് വേണ്ടി രാവിലെ വരെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കണത്? പുറത്തു കൊടുക്കും പഠിച്ചവനെന്ന്. രോഗിക്കല്ല, കാണാൻ പോയവർക്കാണ് ബെനിഫിറ്റ്, കാണാൻ പോകുന്നവർക്കാണ് പ്രതിഫലം. വീണ്ടും പറഞ്ഞു, ഒരാൾ പുറപ്പെട്ടു, അവൻ പുറപ്പെട്ടത് മുസ്ബിഹൻ, രാവിലെ പുറപ്പെട്ടു. ഖറജ മഅഹു 70,000 മലിക് ഹത്താ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസി, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഈ പോയ ആൾക്കാർക്ക് വേണ്ടി പൊറുക്കലിനെ തീർന്ന് പ്രാർത്ഥിക്കുന്ന മലക്കുകൾ. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സഹോദരങ്ങളെ.